വിദ്യാർത്ഥികൾ ഷഹബാസിനെ മർദ്ദിച്ചത് ആസൂത്രിതമാണ് എന്ന് വ്യക്തമാക്കുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഷഹബാസിനെ കൊല്ലുമെന്നായിരുന്നു ആ ഇൻസ്റ്റഗ്രാം ചാറ്റ്. എലൈറ്റിൽ വട്ടോളി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചാറ്റാണ് പുറത്തു വന്നത്. അതേപോലെ ഓഡിയോ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നോക്കാം. കൂട്ടത്തിൽ മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല. അത് കേസെടുക്കുമല്ലോ പോലീസ്. കാരണം കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് പിന്നെ അതിന് ഇവരൊന്നും ഇല്ല ചെയ്യാനല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഓഡിയോ സന്ദേശമാണ് നമ്മൾ കേട്ടത്. മരിച്ചാലും കുഴപ്പമില്ല, കൂട്ടത്തല്ലിൽ മരിച്ചാലും യാതൊരുവിധ കുഴപ്പവുമില്ല, ഷഹബാസിനെ ഞാൻ കൊല്ലുമെന്നൊക്കെ വളരെ നിസ്സാരമായിട്ട് ലാഘവത്തോടു കൂടി കുട്ടികൾ പറയുന്ന ഓഡിയോ സന്ദേശമാണ് നമ്മൾ കേട്ടത്. എങ്ങനെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. അത്രമാത്രം അതായത് മരണം എന്നൊക്കെ പറയുമ്പോൾ ഈ 10ാം ക്ലാസ്സുകാർക്കൊക്കെ ഒരാൾ മരിക്കുന്നു, ഒരാൾ കൊല്ലപ്പെടുന്നതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടികളിൽ ഭയമാണ് ഉണ്ടാകേണ്ടത്. ഇത് ഭയത്തിനപ്പുറം ഒരു ധാർഷ്ട്യത്തോടെ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല എന്നൊരു ലാഘവത്തോടെയാണ് ഈ കുട്ടികൾ പരസ്പരം സംസാരിക്കുന്നത്. കൃത്യമായ ആസൂത്രിതമാണ് ഇക്കാര്യമെന്ന് ഈ ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. നമുക്കിപ്പം മുഹമ്മദ് ഷഹീദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹീദ്, ഈ കുട്ടികളുടെ ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ മുഹമ്മദ് ഷഹബാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കുട്ടികൾ സംസാരിക്കുന്നുണ്ട്. അവൻ മരിച്ചാലും കുഴപ്പമില്ല, അവനെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഈ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ചാറ്റിൽ വന്നിരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ സംഭവത്തിന് ശേഷം, ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം ഉണ്ടായിരിക്കുന്നതാണ് ഈ ചാറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഷഹബാസിന് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട്, അവന്റെ കണ്ണൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും ആ വിദ്യാർത്ഥി അവനെ ഞാൻ കൊല്ലും എന്ന് പറയുന്നത്. അത് ഈ എത്രത്തോളം പക വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പകയോടുകൂടിയാണ് കുട്ടികൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുള്ളതിന്റെ തെളിവാണ്. ഒരു കുട്ടി കൊല്ലപ്പെടുമെന്ന സാഹചര്യം അത് എത്തിയിട്ട് പോലും അത്തരത്തിലുള്ള ആശങ്കയോ അസ്വസ്ഥതയോ ഈ കുട്ടികൾ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ അസ്വസ്ഥപ്പെടുത്തുന്നത് തന്നെയാണ്. ഒപ്പം തന്നെ കുട്ടികൾ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്നും വരാനില്ല എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. ആ ചാറ്റിന് പിന്നാലെ പറയുന്നുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം കുട്ടികൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ സംഘടിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനുമൊക്കെ കുട്ടികൾ ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് അത് ഉണ്ടായിട്ടുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാമാണ് കുട്ടികൾ ഇതിനുവേണ്ടി കൂടുതലായി ഉപയോഗിക്കുന്നത്. സംഘർഷത്തിന് ശേഷവും കുട്ടികൾ തമ്മിൽ ആശയവിനിമയം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതിൽ ആണ് ഇപ്പോൾ ഈ രീതിയിലുള്ള വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങൾ. ഏത് സ്കൂളിലെ കുട്ടികളുടെ ശബ്ദ സന്ദേശമാണ്? ഇത് 2 സ്കൂളുകൾ, കോരങ്ങാട് സ്കൂളും അതേപോലെ തന്നെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഒരു ഭാഗത്തുണ്ട്. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട്. സ്വാഭാവികമായും ഇത് കോരങ്ങാടോ അല്ലെങ്കിൽ താമരശ്ശേരിയോ ഈ 2 സ്കൂളിൽപ്പെട്ട ഏതെങ്കിലും വിദ്യാർത്ഥികളായിരിക്കും എന്നാണ്. വിദ്യാർത്ഥികൾ പരസ്പരം തന്നെ സ്കൂളുകൾ 3 സ്കൂളുകൾ തമ്മിൽ നടന്നു, 3 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടിച്ചെത്തിയിട്ടുള്ള ഒരു സംഘർഷമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊക്കെ ഇനി വ്യക്തമായ അന്വേഷണം ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കേണ്ടതുണ്ട്. ആരാണ് ഈ സന്ദേശം ഇട്ടിരിക്കുന്നത്, ഏത് സ്കൂളിൽ ഉള്ള വിദ്യാർത്ഥികളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിച്ച് അറിയേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കുട്ടികളെ മർദ്ദിച്ച ആളുകളാണ് അല്ലെങ്കിൽ അതിൽ നേരിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഈ ശബ്ദ സന്ദേശം ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ ഇട്ടത് എന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത്. അത് കേന്ദ്രീകരിച്ച് പോലീസിന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇൻസ്റ്റഗ്രാം ചാറ്റ് വഴി തന്നെയാണ് പോലീസിനും നമ്മുടെ സംവിധാനങ്ങൾക്കൊക്കെ ലഭ്യമാകുന്നത്. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ഈ ശബ്ദ സന്ദേശം ലഭിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ അതിനുശേഷം മറ്റ് ചില ശബ്ദ സന്ദേശങ്ങളും, പ്രത്യേകിച്ചും ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ കുട്ടിയെ നേരിട്ട് അടിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ആശയവിനിമയത്തിന് ഈ സംഭവത്തിന് ശേഷം വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാം വഴി നടത്തിയ ആശയവിനിമയമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്.